എല്ലാ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ എക്സിറ്റ് പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് തിങ്കളാഴ്ച മാർക്കറ്റിൽ ഉണ്ടാകുന്നതാണ്. അതുകൂടാതെ നാലാം തീയതി റിസൾട്ട് വരികയാണ്. അപ്പോൾ റിസൾട്ട് വരികയാണെങ്കിൽ കൂടി എക്സിറ്റ് പോളിൻ്റെ ട്രെൻഡ് പിടിച്ചിട്ടുള്ള റിസൾട്ട് ഉണ്ടെങ്കിൽ നാലാം തീയതി വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തില്ല. പക്ഷേ എക്സിറ്റ് പോളിന് എതിരെയാണ് മെയിൻ റിസൾട്ട് എന്ന് വെച്ചാൽ മാർക്കറ്റിൽ നല്ലപോലെ കറക്ഷൻ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ഈ എക്സിറ്റ് പോളിനെ ബേസ് ചെയ്തിട്ടുകൊണ്ട് ആണ് ഇന്നത്തെ ഈ വീഡിയോ. കാരണം എക്സിറ്റ് പോൾ പോലെ നമുക്ക് റിസൾട്ടും വന്നു. അതുകൂടാതെ നല്ല സ്റ്റേബിൾ ഗവൺമെൻറ്, അതായത് മോഡി തന്നെ മൂന്നാമതും അധികാരത്തിൽ എത്തുകയാണെങ്കിൽ ഈ പോളിസി തന്നെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ, കാരണം അടുത്ത 5 വർഷത്തേക്ക്, ഷോർട്ട് പീരീഡ് ഓഫ് ടൈം അല്ല, അടുത്ത 5 വർഷത്തേക്ക് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഗ്രൂപ്പാണ് അദാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ്. അപ്പോൾ അദാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് നമ്മൾ ശ്രദ്ധിക്കുക. മോഡി തന്നെ മൂന്നാമതും അധികാരത്തിലെത്തി. കാരണം നമുക്കറിയാലോ അദാനിയും മോഡിയും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിൻ്റെ പൊരുൾ. അപ്പോൾ അത് നമ്മൾ വാച്ച് ലിസ്റ്റിലിടുക. അപ്പോൾ അദാനി ഷെയർസിൻ്റെ 8 ഷെയർസിൻ്റെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോയിലൂടെ. അതുകൂടാതെ അതിൻ്റെ സപ്പോർട്ടർ റെസിസ്റ്റൻസ് എല്ലാം നോക്കാം ഈ വീഡിയോയിലൂടെ. ഇപ്പോൾ നമുക്ക് ചാർട്ടിൽ നോക്കിയാൽ കാണാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ അദാനി ഷെയർസിൻ്റെ അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ ചാർട്ടിൽ നോക്കിയാൽ കാണുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ ട്രേഡിംഗ് വെള്ളിയാഴ്ച അദാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസ് ഉയർന്നത്. അപ്പോൾ ഒന്നും അറിയാതെ അല്ലെ ഒന്നും കാണാതെ ഈ ഷെയർസ് ആളുകൾ ബൈ ചെയ്യില്ല. അപ്പോൾ കൃത്യമായ പ്രഡിക്ഷൻ മാർക്കറ്റിലുള്ളവർക്ക് ഇലക്ഷനെ കുറിച്ചുണ്ട്. അതുകൊണ്ടാണല്ലോ അദാനി ഷെയർസ് ഇത്രയും ഉയർന്നിട്ടുള്ളത്. അദാനി ടോട്ടൽ ഗ്യാസ് 9% ഉയർന്നു, അദാനി പവർ 8%, NDTV 7%, അങ്ങനെ പോകുന്നു. അദാനി എൻ്റർപ്രൈസ് 6.9. അപ്പോൾ ഇത്രയും ഉയർന്നിട്ടുണ്ട്. അദാനി ഷെയർസ് ഇത്രയും ഉയർന്നു വെള്ളിയാഴ്ച. അപ്പോൾ എന്തായാലും അദാനി ഷെയർസ് ഇലക്ഷൻ്റെ എക്സിറ്റ് പോൾ റിസൾട്ട് അനുസരിച്ച് വീണ്ടും നല്ല രീതിയിൽ ഉയരാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അദാനി എൻ്റർപ്രൈസസ് എന്നതാണ് നമ്മുടെ ആദ്യത്തെ ഷെയർ, അദാനി എൻ്റർപ്രൈസസ്. നമുക്ക് നോക്കിയാൽ അറിയാം കൃത്യമായിട്ട് റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ. ഇൻട്രാഡേ ചാർട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു 31.75 അതിൻ്റെ സപ്പോർട്ട്. ആ സപ്പോർട്ടിന് താഴെ ഇൻട്രാഡേ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ ഷെയറിൽ കുറച്ച് ദിവസത്തേക്ക് നോക്കേണ്ട കാര്യമില്ല. കുറച്ച് ദിവസത്തേക്ക് ഇത് പറയുന്നത് കുറച്ച് ദിവസത്തേക്ക് നോക്കേണ്ടതില്ല. അതുവരെ നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നമുക്ക് വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് വീക്കിലി ചാർട്ട്. അതല്ല നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചു കൊടുത്താൽ കൃത്യമായ ട്രെൻഡിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വീക്കിലി ചാർട്ട്. അതുകൂടാതെ ഒരു ചാനലിൻ്റെ ഉള്ളിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വീക്കിലി എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു 2800 താഴെ ഈ പോയിൻ്റാണ് 2800. 2800 താഴെ ഒരു വീക്കിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ ട്രെൻഡ് വ്യത്യാസപ്പെടും. അപ്പോൾ അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതായത് മുകളിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്, കാരണം സ്റ്റേബിൾ ഗവൺമെൻറ്. അപ്പോൾ ഈ 2800 പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ട് അതിൽ താഴെ ക്ലോസ് ചെയ്യുകയാണ്. അതായത് വീക്കിലി ക്ലോസ് പ്രത്യേകം മനസ്സിലാക്കണം. വീക്കിലി ക്ലോസിങ് വരികയാണെങ്കിൽ പിന്നെ കുറച്ച് മാസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളിലേക്ക് ഇതിൽ നിന്ന് അദാനി എൻ്റർപ്രൈസസിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നല്ലത്. അപ്പോൾ അദാനി പോർട്ടാണ് അടുത്ത ഷെയർ. നമ്മൾ ഇപ്പോൾ നോക്കുന്നത് അദാനി പോർട്ടിൻ്റെ ഒരു വീക്കിലി ചാർട്ട് വ്യൂ ആണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. അപ്പോൾ അദാനി പോർട്ടിൻ്റെ ഏകദേശം ഇവിടെയാണ് ഒരു നല്ല സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത്. ഈ ഏരിയ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെയാണ്. നമുക്കിവിടെ ഒരു നല്ല ഒരു
ഏരിയ ഓഫ് സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ്, അതായത് ഒരു 4 ആഴ്ചയോളം ഇവിടെ ഒരു കൺസോളിഡേഷൻ നടന്ന റേഞ്ചാണ്. അതുകൂടാതെ നല്ല ഗ്രീൻ ക്യാൻഡിലോടുകൂടി ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ അതൊരു റീടെസ്റ്റിന് വന്നു. കണ്ട ഈ വലിയ ക്യാൻഡിലിൻ്റെ റെഡ് ക്യാൻഡിലിൻ്റെ ലോ ഏകദേശം ഇവിടം വരെ വന്നു. ഈ ലോയോ ഏകദേശം വന്നു. അപ്പോൾ ഈ ലെവലാണ് നമുക്ക് ഏകദേശം ഒരു സപ്പോർട്ട് പോയിൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. അതായത് അദാനി പോർട്ട് എന്ന് പറയുന്ന ഷെയർ നമുക്ക് ഈ ലെവല് എന്ന് പറയുന്നത് ഏകദേശം 1190 അപ്പോൾ ഒരു വീക്കിലി ക്യാൻഡിൽ 1190 താഴെ ക്ലോസ് ആണെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ ആകെ മാറും. അപ്പോൾ ഇതൊരു കുറച്ച് നാളത്തേക്ക് ഒരു ബെയറിഷ് ട്രെൻഡിലായിരിക്കും പോവുക. അതുവരെ ഇതൊരു ബുള്ളിഷ് ട്രെൻഡാണ്. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡാണ് കണ്ടത്. ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് വീക്കിലി ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. അഥവാ ഇവിടെ ട്രേഡ് ചെയ്തു കയറാൻ പറ്റാണ്ട് ഇവിടെ ഇങ്ങനെ ക്ലോസിങ് വരികയാണെങ്കിൽ, അതായത് 1190 താഴെ ഇവിടെ ഒരു റെഡ് ക്യാൻഡിലാണെങ്കിൽ പിന്നെ ഇത് കുറച്ച് ആഴ്ചകളിലേക്ക് അല്ലെങ്കിൽ മാസങ്ങളിലേക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് നല്ലത്. അതുവരെ നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. മുകളിലേക്ക് എത്ര വേണമെങ്കിലും ഇത് പോകാവുന്നതാണ്. ടാർഗറ്റ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മുടെ അടുത്ത ഷെയർ അദാനി പവറാണ്. നമ്മൾ വീക്കിലി ചാർട്ട് നോക്കുമ്പോഴും അത് അദാനി പവർ നല്ലൊരു ഇതിൽ ഒരു ബുള്ളിഷ് ട്രെൻഡാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബുള്ളിഷ് ട്രെൻഡാണ്. നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയയാണ്. അതായത് ഏകദേശം 580 റേഞ്ചാണ് ഇതിൽ ഒരു ആക്റ്റായി സാധ്യത. 580 നമുക്കൊരു 580 റേഞ്ച് ഉണ്ട്. ഇവിടെ വീക്കിലി എടുത്തു പോകുമ്പോൾ നല്ലൊരു ഏരിയയാണ് 580 പോയിന്റ്. ആ 580 നല്ലൊരു കാരണങ്ങൾ കൂടിയുണ്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട്, അത് നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട്. കാരണങ്ങൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയ തന്നെ ആയിരുന്നു. അതുകൂടാതെ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ കയറി, അതുകൂടാതെ ഒരു 3 ക്യാൻഡിൽ കണ്ടോ, 1 2 3 ക്യാൻഡിലാണ് ഈ റേഞ്ചിൽ ടച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റേഞ്ച് എന്നിട്ട് നമുക്ക് ഇനി സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. വീക്കിലിയാണ് പറയുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം. വീക്കിലി ക്യാൻഡിലാണ് പറയുന്നത്. ഏകദേശം 570-75 റേഞ്ചിലാണ് പറയുന്നത്. അപ്പോൾ ആ 570-575 റേഞ്ച് കൃത്യമായ SL പരിലാപിച്ചുകൊണ്ട് നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. 570-575 സപ്പോർട്ട് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഏരിയ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ. അദാനി പവർ. നമ്മുടെ അടുത്ത ഷെയർ അദാനി എനർജി സൊല്യൂഷനാണ്. അദാനി എനർജി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത ഒരു ഷെയറാണ്. നമുക്കിവിടെ ചാർട്ടൊന്ന് ചെറുതാക്കി നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ഏകദേശം 4000-ൽ നിന്ന് ഏകദേശം 800 വരെ താഴ്ന്ന ഷെയർ ഇത്രയും താഴ്ന്ന ഷെയർ. അതുകൂടാതെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഒരു കൺസോളിഡേഷൻ റേഞ്ച് ആയിരുന്നു. അത് ബ്രേക്ക് ചെയ്തു പോയി. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, കൺസോളിഡേഷൻ സപ്പോർട്ട്, അത് ബ്രേക്ക് ചെയ്തു പോയി. അതുകൂടാതെ ഇവിടെയും ഒരു സപ്പോർട്ട് എടുത്തു, ഒരു സപ്പോർട്ട് എടുത്തു. അതുകൂടാതെ ഇവിടെ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം, ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെങ്കിൽ ഇതിലൊരു ബൈ എൻട്രിക്ക് പോസിബിൾ ആണ്. ഇവിടെയാണ് ഈ റേഞ്ചിലാണ് നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്യേണ്ട ആ ഏരിയ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഏകദേശം 895 ആ റേഞ്ചിലാണ് അത് നിൽക്കുന്നത്. 895. ആ 895 നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ബൈ എൻട്രി വേണമെങ്കിൽ നമുക്ക് ഈ റെസിസ്റ്റൻസ്, മേജർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിലൊരു ബൈ എൻട്രി പോസിബിൾ ഉള്ളൂ. അതുവരെ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ പോയിന്റ് ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു ബൈ എൻട്രിയും, അതുകൂടാതെ നമുക്ക് 895 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസും ഇടേണ്ടതാണ്. ഈ റേഞ്ച് എന്ന് പറയുന്നത് 1260-65 റേഞ്ചാണ്. 1260-65 ആ റേഞ്ചിന് മുകളിൽ ക്ലോസിങ്, ഒരു വീക്കിലി ക്യാൻഡിലൂടെ ക്ലോസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് 895 സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇത് കയ്യിൽ വയ്ക്കാവുന്നതാണ്. അപ്പോൾ അദാനി ഗ്രീൻ സൊല്യൂഷനിൽ അത്രയാണ് പറയാനുള്ള കാര്യങ്ങൾ. അടുത്തത് അദാനി ടോട്ടൽ ഗ്യാസ്. അദാനി ടോട്ടൽ ഗ്യാസും അദാനി ഗ്രീൻ എനർജി സൊല്യൂഷനും ഏകദേശം സെയിം ചാർട്ട് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലും അതെ, ഈ വലിയ ക്യാൻഡിൻ്റെ ഉള്ളിലാണ്. ഇതൊരു മദർ ക്യാൻഡ്. കാരണം എത്രയോ ദിവസമായി ഇതിങ്ങനെ, എത്രയോ ആഴ്ചകളായി ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണ്. കാരണം ഇതൊരു മദർ ക്യാൻഡിൽ ഫോർമേഷനാണ് വന്നിട്ടുള്ളത്.
ഇതിന് മുകളിൽ ഈ വലിയ ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വലിയ ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് ക്ലോസിങ് നടന്നാൽ നമുക്കൊരു അപ്പ് സൈഡും ഇതിന് താഴേക്ക് ഇടങ്കിൽ ബെയറിഷ് മൂവാണ് ഇങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് സാധിക്കുക. അപ്പോൾ അത് നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അതായത് 1265 മുകളിലേക്ക് നമുക്ക് ഒരു ബൈ എൻട്രിയും 1265 മുകളിൽ ബൈ എൻട്രിയും അതിന് ഇവിടെ നമുക്ക് നോക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് 706, വെറും 706. ഇത് രണ്ടും ആണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയയും. ഇത് 706 ഒരു സപ്പോർട്ടായിട്ട് ഇത് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ 1250 റേഞ്ച്, 1250 റേഞ്ചാണ് നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ. അപ്പോൾ ഇതിന് മുകളിൽ നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ഇത് മുകളിലേക്ക് നല്ല രീതിയിൽ കയറി പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. പക്ഷേ 706 നമ്മളെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇത് വീക്കിലി ക്യാൻഡിലാണ്. അദാനി ടോട്ടൽ ഗ്യാസ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അടുത്ത ഷെയറാണ് അദാനി വിൽമർ. അദാനി വിൽമറും ഏകദേശം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷെയറാണ്. നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടുള്ള ഏരിയ ആണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അതായത് 290 എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുള്ള ഏരിയ ആണ്. നമുക്കിവിടെ 290 ഒരു മാർക്ക് ചെയ്താൽ അതും ഒരു സപ്പോർട്ട് എടുത്ത ഏരിയ ആണ് ഉണ്ടാവുക. ഇവിടെ 290 ആ റേഞ്ച് എന്ന് പറയുന്നത് പ്രീവിയസ് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിരുന്നത്. അവിടെ നിന്ന് അത് കയറിപ്പോയി. അതുകൂടാതെ 320 ആണ് ഇപ്പോഴത്തെ ഒരു സപ്പോർട്ട് പോയിന്റ്. അതായത് 318, 320. അപ്പോൾ നമുക്ക് 318 അല്ലെങ്കിൽ 320 നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതിലൊരു ബൈ എൻട്രി പോസിബിൾ ആണ്. 318, 320 പ്രത്യേകം ശ്രദ്ധിക്കണം. 318, 320 ആണിത്. ഇതിൻ്റെ വീക്കിലി സപ്പോർട്ട് വരുന്നത് 318, 320. നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ബൈ ചെയ്യുന്നതായിരിക്കും ഉത്തമം. അതായത് 400 മുകളിൽ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിലാണ് ഇതിൽ ബെസ്റ്റ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. 400 മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ നമുക്ക് നല്ലതാണ്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അടുത്ത അദാനി ഗ്രൂപ്പിൽപ്പെട്ട മറ്റൊരു ഷെയറാണ് ACC. അപ്പോൾ ACCക്ക് ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതായത് 2755, 2800 ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ ആ ഏരിയ എന്ന് പറയുന്നത് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നതാണ് അതിൽ അഭികാമ്യം. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ അത് വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, അത് കറക്റ്റാണ്. പക്ഷേ മുകളിൽ ആ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ചിലപ്പോൾ മേ ബി ഇവിടം വരെ നമ്മളെ നല്ല സ്ട്രോങ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വോളിയം ഇല്ലെങ്കിൽ ചിലപ്പോൾ ട്രേഡ് ചെയ്ത് ഇവിടം വരെ എത്തി നമ്മളെ ഒരു കബളിപ്പിക്കാനുള്ള ചാൻസ് ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ ഒരു ക്ലോസിങ് വരികയാണെങ്കിൽ മാത്രമേ നമുക്കൊരു ബൈ എൻട്രി പോസിബിൾ ഉള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിന് മുകളിൽ ഒരു ബൈ എൻട്രി ഉണ്ടെങ്കിൽ നമുക്കൊരു 2500 നമുക്കൊരു SL വയ്ക്കാവുന്നതാണ്. ഇപ്പോഴല്ല, അതിന് മുകളിൽ ക്ലോസിങ് ആകുമ്പോൾ ഒരു 2500 നമുക്കൊരു SL ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ബൈ എൻട്രി എടുക്കാവുന്നതാണ്. അതായത് 2800 മുകളിൽ ക്ലോസിങ് ആവണമെങ്കിൽ 2500 അല്ലെങ്കിൽ ഇപ്പോൾ ബൈ എടുക്കുക അത്ര ഉചിതമല്ല. കാരണം ഇവിടെ നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ഏരിയകൾ ഉള്ളതുകൊണ്ട്, ഇവിടെ റെസിസ്റ്റൻസ് സോൺസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു എൻട്രി അത്ര അഭികാമ്യമല്ല. അദാനി ഗ്രൂപ്പുകളുടെ അടുത്ത ഒരു ഷെയറാണ് അംബുജ സിമെൻറ്റ്. അംബുജ സിമെൻറ്റ് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് സോൺ ഓഫ് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിന് മുകളിലൊരു ക്ലോസിങ് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു നല്ല രീതിയിലൊരു ബൈ ഓപ്പർച്യൂണിറ്റിയിൽ കാണുന്നുണ്ട്. നമുക്ക് കൃത്യമായ സപ്പോർട്ട് ഏരിയ സോൺ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്ന ഏരിയ ഒരു വൈഡ് റേഞ്ച് ഓഫ് സപ്പോർട്ട് ഏരിയ ആണ് ഇതിൽ വരുന്നത്. അതായത് 535, 545 ഇടയിൽ. കാരണം ഇവിടെ കണ്ട 535, 540 ഇവിടെ കുറച്ച് നേരം ട്രേഡ് ചെയ്തിട്ട് ഇത് നേരെ താഴേക്ക് വന്നത്. അതുകൂടാതെ ഇവിടെ ചെറിയൊരു ലോ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കൺസോളിഡേഷൻ ചെറുത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായിരിക്കും മിക്കതും ഇതിൻ്റെ ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. അതായത് 535, 545. അപ്പോൾ
അത് നമ്മൾ മാർക്ക് ചെയ്യുക 535ഉം 545. അതായത് ചില ഷെയർസ് കൃത്യമായ ഏരിയ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. പക്ഷേ അപ്പോൾ സോൺ വരും, കുറച്ച് ഏരിയയിൽ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് മുകളിൽ നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളത് എന്ന് വെച്ചാൽ ഈ 650 മുകളിൽ ഒരു ക്ലോസിങ് കിട്ടിയാൽ, ഇതിന് മുകളിൽ 650 മുകളിൽ ഒരു ക്ലോസിങ് വീക്കിലി ക്യാൻഡിൽ ക്ലോസിങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൊരു ബൈ എൻട്രി ഉള്ളത്. അപ്പോൾ 535ഉം അല്ലെങ്കിൽ 545ഉം കൃത്യമായ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇടണം. കാരണം ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇവിടെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഇവിടെ ഒന്ന് വരച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് സ്ട്രക്ചറിൽ വരുന്നത്. അതായത് ട്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഷെയറാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു, വേണ്ട ഇതുപോലെ. പക്ഷേ മുകളിലേക്കാണ് നമുക്ക് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ. അത് നമ്മളെ പറ്റിക്കാനായിട്ട് മുകളിലേക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ മാറി, വേണ്ട സ്ട്രക്ചർ ഇതിൻ്റെ മാറും, ഇവിടെ ഡൗൺ സൈഡായി മാറും. അപ്പോൾ അതാണ് പറയുന്നത് 535 545 താഴേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ല ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പോകാൻ പറ്റാണ്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കുറച്ച് നാളേക്ക്, അതായത് ചില ആഴ്ചകൾ അല്ലെങ്കിൽ കുറച്ച് മാസത്തേക്ക് ഇതിൽ നിന്ന് വിട്ടുമാറുക, അടുത്ത ബൈ എൻട്രി വരെ വെയിറ്റ് ചെയ്യുക. ഓരോ ഷെയറും അങ്ങനെ തന്നെയാണ്, ഈ ഷെയർ മാത്രമല്ല. സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളേക്കാണ് അതൊരു ബയറിഷ് മോഡ് കാണിക്കുക, അല്ലാണ്ട് എപ്പോഴും കാണിക്കാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക അടുത്ത ബൈ എൻട്രിക്ക് വേണ്ടി. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു അദാനി ഗ്രൂപ്പ് ഓഫ് ഷെയർസിൽ ഒരു സപ്പോർട്ട് പോയിന്റ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ സപ്പോസ് 4-ാം തീയതി നല്ലൊരു ഭൂരിപക്ഷത്തോടുകൂടി സർക്കാരും തുടരുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ അദാനി ഷെയർസും അടുത്ത 5 വർഷത്തേക്ക് വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിലും കയറി പോരാൻ സാധ്യത. കാരണം ഹിഡൻബർഗ് അതുപോലത്തെ ഇഷ്യൂസ് വന്നിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ കയറി പോകാൻ പറ്റാവുന്ന ഷെയർസാണ് അദാനി ഷെയർസ്. അപ്പോൾ അത് വാച്ച് ലിസ്റ്റിലിടുക ഈ ഷെയർ. അപ്പോൾ ഇതൊരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല ഞാൻ പറഞ്ഞത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ അത് ഷെയർ താഴേക്ക് പോകും, ഒരു റേഞ്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകും എന്നുള്ള ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബൈ സെൽ റെക്കമെൻഡേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് കൺസൾട്ട് ചെയ്യുക, അല്ലെങ്കിൽ ബ്രോക്കറോട് ചോദിക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾ സ്വയം അനലൈസ് ചെയ്തിട്ട് മാത്രം ഓരോ ഷെയറിൽ എൻട്രി എടുക്കുക. കാരണം ഷെയർ മാർക്കറ്റ് അറിയാമല്ലോ നല്ല റിസ്ക് എലമെൻ്റുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ കൃത്യമായ നോളജോടുകൂടി മാത്രമേ, അല്ലെങ്കിൽ കൃത്യമായ മണി മാനേജ്മെൻറ്റ് പരിപാലിച്ചുകൊണ്ട് മാത്രമേ എൻട്രി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത നല്ല വീഡിയോയിൽ വരുന്നത് വരെ ഗുഡ് ബൈ.